ശാന്ത, ഈ ഭാര്യമാരോട് കള്ളത്തരം പറയുന്ന ഭർത്താക്കന്മാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഭാര്യമാരോട് കള്ളത്തരം പറയുന്ന ഭർത്താവുണ്ട്, ഭർത്താവിനോട് കള്ളം പറയുന്ന ഭാര്യയുണ്ട്, അല്ലേ? ഇത് രണ്ടും ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭാര്യനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ പരിഗണിക്കാത്തതുകൊണ്ടോ എന്നല്ല, അവർ പറഞ്ഞാൽ ചിലപ്പോൾ അത് നല്ല രൂപത്തിൽ എടുക്കാൻ ചിലപ്പോൾ ഭാര്യമാർക്ക് പറ്റൂല. അപ്പം അത് മുന്നേ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ചില ഭർത്താക്കന്മാർ കളവ് പറയേണ്ട സാഹചര്യം വരുന്നു. പല ആൾക്കാരും എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഞാൻ അത്രയും സ്നേഹിച്ചിട്ടുള്ളതാണ്, ഞാൻ അങ്ങനെയൊക്കെയും ചെയ്തു കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇവരെന്തിനാണ് എന്നോട് കള്ളത്തരം പറഞ്ഞത്, എൻ്റെ ട്രസ്റ്റ് അല്ലേ ഇല്ലാതാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷനായിട്ട് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ കള്ളത്തരമാണ് പറയുന്നത് എന്നുള്ളത് ഓപ്പോസിറ്റുള്ള ആൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭർത്താക്കന്മാർ ഇവരോട് കള്ളത്തരം പറയുന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, മനഃപൂർവ്വം തെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കള്ളത്തരം പറയുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല, അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം എനിക്ക് തോന്നുന്നു കളവ് പറയേണ്ട ഒരു സാഹചര്യം വരുമ്പോഴാണല്ലോ കളവ് പറയുക. പക്ഷെ ആ സാഹചര്യത്തിൽ നിന്ന് പരമാവധി അത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ എല്ലാവർക്കും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഇത് എപ്പോഴെങ്കിലുമൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഭാര്യയുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് അവർ തമ്മിലുള്ള ഒരു റിലേഷനെ തന്നെ വളരെയധികം അത് ബാധിക്കുന്നുണ്ട്, അല്ലേ? ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളിലേക്കായിരിക്കും അവർ പോകുന്നുണ്ടാവുക. ആ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നാളൊരു ക്ലയന്റ് വന്ന സമയത്ത് ആള് സംസാരിച്ചത് എന്നോ നടന്നൊരു സംഭവമാണ്. അവര് തമ്മിലുണ്ടായിട്ടുള്ള, അവരുടെ ഹസ്ബൻഡും അവരും തമ്മിലുണ്ടായിട്ടുള്ള എന്തോ ഇതേ പറഞ്ഞ പോലെ എന്തോ ഒരു കാര്യത്തിന്റെ പേരിൽ അവർ കളവ് പറഞ്ഞതാണ്. പക്ഷെ അത് കുറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ അതൊക്കെ റെഡിയായി, പക്ഷെ അവരുടെ ബന്ധവും ഒക്കെ ഓക്കെയാണ്. പക്ഷെ വീണ്ടും വീണ്ടും അവരെ മൈൻഡിൽ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയാണ് അവർ കൗൺസിലിങ്ങിന് എത്തിപ്പെടുന്നത്. കാരണം ഹസ്ബൻഡുമായിട്ട് അത്രയും നല്ല ബോണ്ടിൽ നിൽക്കുമ്പോൾ പോലും എപ്പോഴോ നഷ്ടപ്പെട്ട ഈ ഒരു അവിശ്വാസമായിട്ടുള്ള ഈ ഒരു കാര്യം വീണ്ടും കയറി വരിക എന്നുള്ളത് അവർ ഇപ്പോൾ ഈ അടുത്ത് ഒരു ക്ലയൻറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് മറക്കാൻ കഴിയും. പല കാര്യങ്ങളും അവരത് മറന്നിട്ട് ഫോർവേഡായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റും. പക്ഷേ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് എത്ര കാലം നമ്മൾ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് കിടക്കുന്നുണ്ടാവും. അത് ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നീടുള്ള അവരുടെ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടാവുക. എത്ര നല്ല രീതിയിൽ പോയി കഴിഞ്ഞാലും എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഡൗട്ടായിട്ടുള്ളൊരു ഇത് ഉള്ളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ്. കാരണം നമ്മൾ അത്രമേൽ സ്നേഹിച്ചിട്ടുള്ള ഒരാൾ നമ്മളെ വഞ്ചിച്ചു അല്ലെങ്കിൽ നമ്മളോട് കള്ളത്തരം പറഞ്ഞു എന്ന് അറിയുന്ന ആ ഒരു നിമിഷത്തിൽ തകർന്നു പോയിട്ടുള്ളൊരു ഹൃദയമായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തീർത്താൽ തീരുന്നതല്ല. ഇത് ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ച് അതിനുള്ള വ്യക്തമായിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇനി അഥവാ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തന്നെ പരസ്പരം രണ്ടു പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.